ഹലോ, അങ്ങനെ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിറ്റി ടൂർ പോകാനാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ ചർച്ചിലേക്കും ആ ടവറിലേക്കും ഒക്കെയാണ് പോകാനായിട്ട് പോകുന്നത്. രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ ആകാശവും നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ തെർമൽസ് ഒന്നും ഇടാണ്ട് സാധാ വേഷത്തിൽ ജാക്കറ്റ് പോലും എടുക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഞങ്ങൾ കുറച്ചൊന്ന് നടന്നപ്പോഴത്തേക്കും ഓരോ കാറ്റടിക്കുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഹോട്ടലിലേക്ക് തിരിച്ചു കയറിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പള്ളിയുടെ മുറ്റത്തെത്തി. ഹോളി ട്രിനിറ്റി കത്തീഡ്രലാണിത്. നമ്മൾ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ചിൻ്റെ പിക്ചർ നമുക്ക് കാണാം. എനിക്ക് ശരിക്കും ഇവിടെ കയറിയിട്ടുള്ള ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ താജ്മഹലിൻ്റെ പിക്ചറൊക്കെ കാണുന്നത് പോലെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന മദർ ഓഫ് ജോർജിയ സ്റ്റാച്യൂവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പ്രെയർ നടക്കുകയായിരുന്നു. ഞങ്ങളത് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. വെയിൽ കണ്ടിട്ട് ആവേശത്തിൽ ചാടി ഇറങ്ങി തണുത്ത കാറ്റടിച്ചതുകൊണ്ട് ഒന്ന് ചൂടാക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു കഫേയിൽ കയറി കോഫി ഓർഡർ ചെയ്തു. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് മദർ ഓഫ് ജോർജിയ എന്ന സ്റ്റാച്യുവിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ്. മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്ചു നല്ല ഉയരത്തിലാണ്. അപ്പോൾ താഴെ നിന്ന് കേബിൾ കാർ കയറിയാണ് നമ്മൾ പോയത്. താഴെ നമുക്ക് ആ ഒരു വലിയ പുഴയും അതുപോലെ ഏകദേശം സിറ്റിയുടെ എല്ലാ വ്യൂസും കാണാമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയും മഞ്ഞും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് സ്കൈ വ്യൂ കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ. നമ്മൾ ഓരോരോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ കേബിൾ കാർ ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ കുറേ പേരിങ്ങനെ തിങ്ങിക്കൂടി നിൽപ്പുണ്ടായിരുന്നു. ഒരു അപ്പൂപ്പൻ അവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഓരോ രാജ്യക്കാരെ കാണുമ്പോൾ അവരുടെ രാജ്യത്തെ പാട്ടുകളാണ് പുള്ളി പാടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കൂട്ടത്തിൽ ചേർന്നപ്പോൾ പുള്ളി ഹിന്ദി പാട്ട് പാടി. जिंदाबाद इंडिया, जिंदाबाद इंडिया, जॉर्जियन राज कपूर, आजा मेरा जूता है जापान, ये पतलून इंग्लिस्तान, सर पे लाल तो फिर
दिल है हिंदुस्तानी, मेरा जूता ये चप्पा ये पतलून इंग्लिस्तानी, पहला तो बेरू फिर मैं दिल है हिंदुस्तान। दुनिया है दिल वालों की, है दिल वालों की, मेरा जूता ये चप्पा ये पतलून इंग्लिस्तान, सिर बिल्ला टोपी रूसी, फिर में दिल है हिंदुस्तान, मेरा जूता ये चप्पा ये पतलून इंग्लिस्तान, सिर बिल्ला टोपी रूसी, फिर में दिल है हिंदुस्तान, जॉर्जिस्तानी हिंदुस्तानी जॉर्जिस्तानी हिंदुस्तानी, फ्रेंड आई लव यू इंडिया। ദൂരത്ത് നിന്ന് നമ്മൾ കണ്ട ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. മദർ ഓഫ് ജോർജിയ എന്നാണ് ഈ സ്റ്റാച്ചുവിൻ്റെ പേര്. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഈ താഴെ കാണുന്നതിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത മാസങ്ങളിൽ മെയ്യിലൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ ഇവിടെ മൊത്തം പൂക്കളായിരുന്നു. നമുക്ക് പൂക്കളൊക്കെ ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ കക്ക ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട്സൊക്കെ ഒത്തിരി നമുക്ക് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. അടുത്തത് ഷോപ്പിംഗ് ടൈം ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം തിരിച്ച് നടന്നു. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കച്ചവടക്കാരെ കാണാം. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പിള്ളേർക്ക് ആവശ്യമുള്ള ടോയ്സും ഞങ്ങൾക്ക് ബ്രേസ്ലെറ്റ്, ഇയറിങ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അടുത്തതായി ഞങ്ങൾ തസ്മിന്ദ പാർക്കിലെത്തി. ഈ പാർക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് മുന്നേ കണ്ടിരുന്ന ടവർ ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഫ്യൂണിക്കുലർ ട്രാം വഴിയാണ് മുകളിലേക്ക് പോകാനായിട്ട് പോകുന്നത്. ഈ ഒരു ട്രാമിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ എൻറ്റയർ സിറ്റിയുടെ വ്യൂ നമുക്ക് കിട്ടും. അതാ ഞങ്ങൾക്കുള്ള വാഹനം വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു നോൾ കാർഡ് പോലത്തെ കാർഡ് ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ കയറാനായിട്ട്. വണ്ടി കൊണ്ട് നിർത്തി ഞങ്ങൾ ആദ്യം തന്നെ നല്ല വ്യൂ കിട്ടുന്ന ഒരിടം നോക്കി ഇരിപ്പുറപ്പിച്ചു. കാഴ്ചകൾ കണ്ട് ഹരം പിടിച്ചപ്പോൾ എൻ്റെ പുത്രൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് കാണാൻ തുടങ്ങി.
ഇനി ഞാൻ മനസ്സിലാക്കിയ ഞെട്ടിക്കുന്നൊരു സത്യം പറയാം. ഈ ടവർ എന്ന് പറയുന്നത് ഇവിടുത്തെ ടിബിലിസി ടെലിവിഷൻ ടവറാണ്. നമ്മൾ റീചാർജ് ചെയ്ത കാർഡ് വെച്ചിട്ട് നമുക്കിവിടെ കുറേ ഗെയിംസ് ഒക്കെ കളിക്കാം. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കുള്ള റൈഡ്സും ഗെയിംസും ഒക്കെ ഞങ്ങൾ മാക്സിമം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തു. ഗെയിംസ് കളിച്ച വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനും പിള്ളേരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ ടോയ്സ് കിട്ടിയായിരുന്നു ഗെയിംസ് കളിച്ചിട്ട് ഗിഫ്റ്റായിട്ട്. അത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റൈഡിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മഞ്ഞ ജാക്കറ്റ് ഇട്ട് കാണുന്ന ആ ഒരു വലിയ മനുഷ്യൻ ഞാനാണ്. എൻ്റെ ജാക്കറ്റ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറും ഉണ്ട്. പക്ഷേ ഞാൻ എവിടെ പോയാലും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയവൻ മഞ്ഞ ഇട്ടാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഫുള്ള് ട്രിപ്പിലും മഞ്ഞ കളറുമായിട്ടാണ് നടന്നത്. ഇവിടെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ ഒരു ഫുഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ പോയി നമ്മുടെ ബിരിയാണിയും മസാല ദോശയൊക്കെ കിട്ടി. നമ്മുടെ ടേസ്റ്റ് ഒന്നുമില്ല, എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് ഇത്രയും ദിവസത്തെ ഫുഡിനിടയ്ക്ക് അതൊരാശ്വാസമായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിത്തേക്കുള്ള പാഴ്സലൊക്കെ മേടിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ആ ഹോട്ടലിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണെന്ന്. നാളെ രാവിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഡേ 4 സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ.